ഹലോ കൂട്ടുകാരെ, നമസ്കാരം. മിക്സീസ് വേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്നാക്സിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന സോസ്, ഹോട്ട് ആൻഡ് സ്വീറ്റ് സോസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് 1 കിലോളം തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഒരു 4 എണ്ണം എരിവുള്ളതും പിന്നെ കളറിന് വേണ്ടിയിട്ട് 2 എണ്ണം പിരിയമുളക്, അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. എരിവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അതിലേക്ക് സ്പൈസസ് ആയിട്ട് കറുകപ്പട്ടയും കരയാമ്പുമാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ വലിപ്പത്തിലാണ് അത്. ചെറിയ വലിപ്പത്തിലുള്ള 5 പീസ് കറുകപ്പട്ട, അതുപോലെ 5 പീസ് കരയാമ്പു, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. 1-2 വിസിൽ കേട്ടോ, അതിലും കൂടുതൽ വേണ്ട. നന്നായി വെന്ത് കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് മുഴുവനോടെ തന്നെ ഇടുന്നത്, പീസാക്കൊന്നും വേണ്ട, വെന്ത് കിട്ടിക്കോളും. അപ്പോൾ മൊത്തം കുക്കറിലേക്ക് ഇട്ടിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം ഒന്നിച്ചിട്ടിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. നമ്മൾ സ്പൈസസ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, പട്ടയും ഗ്രാമ്പും അതുപോലെ തന്നെ വറ്റൽമുളക് എല്ലാം ഒന്നിച്ചിടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക. ഉപ്പ് നമുക്ക് പോരാ എന്നുണ്ടെങ്കിൽ പിന്നെ ഇടാം. അപ്പോൾ നോക്കിയിട്ട് ഇട്ടോളൂ കേട്ടോ, ആദ്യമേ തന്നെ ഒരുപാട് ഇടരുത്. പിന്നെ അത് വേവാനുള്ള വെള്ളത്തിന് അളവൊന്നുമില്ല. 1 ഗ്ലാസ്സോ 1.5 ഗ്ലാസ് അങ്ങനെ വെക്കാം. കാരണം എങ്ങനെ പോയാലും നമുക്കത് വറ്റിച്ചെടുക്കണം. ഇനി അടുപ്പത്ത് വയ്ക്കാണ്. 1-2 വിസിലിട്ടാ, അതിലും കൂടുതലൊന്നും വേണ്ട. എനിക്കിത് 1 വിസിൽ മതിയാവും. ഇങ്ങനെ വേവിച്ച് വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ രാത്രിയാണ് കേട്ടോ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസമാകുമ്പോഴേക്കും അതിൻ്റെ ചൂടൊക്കെ ആയി നമുക്ക് അരയ്ക്കാൻ പാകത്തിന് കിട്ടും. കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ട് ടൊമാറ്റോ ഒക്കെ നന്നായി പാകത്തിന് വെന്തിരിക്കുന്നുണ്ട്. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ആ ടൊമാറ്റോ അതുപോലെ നമ്മൾ അതിലിട്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും, സ്പൈസസ് ആയിട്ട് ഇട്ടിരിക്കുന്നതും ടൊമാറ്റോ എല്ലാം കൂടിയിട്ട് നമ്മൾ കോരി മാറ്റാണ്. വെള്ളം നമുക്ക് വേണം സെപ്പറേറ്റ് ചെയ്ത് വെക്കുക, അരയ്ക്കാനൊക്കെ വേണ്ടി വരും. അരയ്ക്കുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ചാണ് കേട്ടോ ഞാൻ അരയ്ക്കുന്നത്. അതിൽ നിന്ന് കറുകപ്പട്ട, ഏലക്കായ അല്ലെങ്കിൽ മുളക് ഒന്നും വെവ്വേറെ എടുക്കുന്നില്ല, എല്ലാം ഒന്നിച്ചാണ്. നമുക്ക് ഇതിൽ നിന്ന് തക്കാളിയുടെ തൊലി മാത്രം, ആ സ്കിന്ന് മാത്രം ഒന്ന് റിമൂവ് ചെയ്ത് എടുക്കണം കേട്ടോ. ഇത് നന്നായി വെന്ത കാരണം അത് പെട്ടെന്ന് പോരും. അത് കുറേയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടപ്പുണ്ടാവും, അതൊക്കെ എടുത്ത് കളയാം. ബാക്കി എല്ലാം കൂടി ഒന്നിച്ച് മിക്സിയിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. എല്ലാം ഒന്നിച്ച് തന്നെ ഇടണ്ട കേട്ടോ, ഒന്നും വേറെ എടുത്ത് മാറ്റമൊന്നും വേണ്ട. ഇത് അരയ്ക്കാനായിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമ്മളിത് വേവിക്കാൻ എടുത്ത വെള്ളം തന്നെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ ആവശ്യം വരില്ല. തക്കാളി പിന്നെ സോസ് ഉണ്ടാക്കുമ്പോഴേ 1 കിലോയിലും കൂടുതൽ തക്കാളി എടുത്ത് ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത കാരണം ഒരു 3 മാസത്തിലും മേലെയൊന്നും ഇരിക്കില്ല കേട്ടോ. മാക്സിമം ആണ് ഞാൻ പറഞ്ഞത്. അതും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ 3 മാസം ഇരിക്കും, അതിലും കൂടുതലൊന്നും ഇരിക്കില്ല. അപ്പോൾ നമ്മൾ 1 കിലോയിലും കൂടുതൽ എടുത്തിട്ട് ഉണ്ടാക്കാതിരിക്കുക നല്ലത്. പെട്ടെന്ന് ചിലവായി പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പ്രിസർവ് ചെയ്ത് വെക്കാനാണെങ്കിൽ ഒരുപാട് നാളത്തേക്ക് എടുക്കാതിരിക്കുക നല്ലത് കേട്ടോ. ഈ വക കാര്യങ്ങൾ ഉണ്ടാക്കാൻ കുറച്ചൊരു മെനക്കേടുണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് വീട്ടിലെ എല്ലാവർക്കും പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്ത നല്ല സാധനങ്ങൾ കഴിക്കാം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. നമുക്ക് കടയിൽ നിന്ന് എന്തൊക്കെ ചേർക്കണമെന്ന് നമുക്കറിയില്ല. ഒരുവിധം നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം എൻ്റെ വീട്ടിലെല്ലാവർക്കും ഈ സോസ് തന്നെയാണ് കേട്ടോ. നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ച് എടുക്കണം. അപ്പോൾ അത് അരിക്കട്ടെ കേട്ടോ. ഞാൻ ഇത് അരയ്ക്കണ സമയത്ത് നമ്മൾ ആ വേവിച്ച ബാക്കി വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത്. ഇനി നന്നായിട്ട് അരിച്ച് എടുക്കണം. കാരണം അതിൽ ഈ തക്കാളിയുടെ കുരു ഉണ്ടാവും, ചിലപ്പോൾ അരയാത്ത ചെറിയ പീസുകളൊക്കെ ഉണ്ടാവും. നമ്മൾ ടൊമാറ്റോ സോസൊക്കെ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ അത് നല്ല സ്മൂത്തായിട്ടല്ലേ ഇരിക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് അരിച്ച് നല്ല ക്ലീൻ ആയിട്ട് എടുക്കണം കേട്ടോ. ഇതിൽ ഞാൻ അരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ചെറിയ പീസുകളൊക്കെ ഉള്ളത്. ഒന്നെങ്കിൽ 1 പ്രാവശ്യം കൂടി അരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് മാറ്റുക കേട്ടോ. അപ്പോൾ അരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്തേക്ക് വെക്കാം. ഇതുവരെ സ്റ്റവ് ഓൺ ചെയ്തിട്ടില്ല. ഇനി സ്റ്റവ് ഓൺ ചെയ്യാം. സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതൊന്ന് നന്നായിട്ട് എല്ലായിടത്തും ഒരേപോലെ മിക്സായി കിട്ടണേ. ഇപ്പോൾ നമ്മുടെ ഈ സോസ് തിളച്ച് വരുന്നുണ്ട്. നന്നായി തിളച്ചു അപ്പോൾ തന്നെ ഇറക്കുക അങ്ങനെയല്ല കേട്ടോ. നന്നായി തിളച്ച് വറ്റി വരണം, ഒരു പകുതിയോളം വറ്റണം. ഇപ്പം ഞാനതിൽ ഉപ്പ് നോക്കട്ടെ. ഉപ്പ് നോക്കി കഴിയുമ്പോൾ ഞാനതിൽ ടേസ്റ്റ് നോക്കിയപ്പോൾ അതിൽ ഉപ്പും എരിവൊക്കെ കറക്റ്റാട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മറ്റ് ചേരുവകൾ ചേർക്കാം. ഞാൻ പഞ്ചസാര ചേർക്കുന്നുണ്ട്. സോസിന് എപ്പോഴും ഒരു മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലേക്കുള്ള
പഞ്ചസാര, ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 4 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. വിനാഗിരി ചേർക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി പഞ്ചസാര ചേർക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് പുളിയൊക്കെ നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൽ ഇത്തിരി കുറവുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂണും കൂടിയും പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 4 ടേബിൾ സ്പൂൺ വിനാഗിരിയും ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇതിൽ ചേർക്കേണ്ട കാര്യങ്ങൾ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു 2 പ്രാവശ്യം കൂടി ഒന്ന് നന്നായി തിളച്ച് ഒന്ന് കുറുകി കഴിയുമ്പോൾ നമുക്കത് നിർത്താം കേട്ടോ. ഞാനിതിൽ പ്രിസർവേറ്റീവ്സ് ആയിട്ട് വിനാഗിരി മാത്രമേ ചേർക്കുന്നുള്ളൂ. അതും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു അളവാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നാൾ നിൽക്കില്ല കേട്ടോ നമ്മുടെ ഈ സോസ്. ഇത് എന്തായാലും ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ ടീസ്പൂണിൽ എടുത്തിട്ട് അത് ടീസ്പൂൺ തിരിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്നൊന്ന് വരച്ച് നോക്കുക. നമ്മൾ വിരൽ വെച്ച് വരയ്ക്കുമ്പോൾ ആ വര അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പാകം ഓക്കെ ആണെന്നുള്ളതാണ്. പിന്നെ നിർത്താം. അത് തണുത്ത് കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും. കണ്ടോ, ഇതിങ്ങനെ വരച്ച് നോക്കുമ്പോൾ ആ വര അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഈ ഒരു പാകത്തിന് തന്നെ എടുക്കണം കേട്ടോ. ധൃതി കൂട്ടി നേരത്തെ തന്നെ എടുത്തു കഴിഞ്ഞാൽ അത് കേടായി പോവും, അധികം നാൾ ഇരിക്കില്ല. പിന്നെ ഇത് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. ഇത് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ. ഇപ്പോൾ കേട്ടോ കോരി എടുത്ത് നോക്കുമ്പോൾ നല്ല തിക്കായിട്ട് കാണുന്നില്ലേ? നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന അതേ കൺസിസ്റ്റൻസി തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബോട്ടിലിൽ ആക്കി വെക്കാം. ബോട്ടിലോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ആക്കി വെക്കാം കേട്ടോ. നമ്മൾ എടുക്കുന്ന കണ്ടെയ്നർ അല്ലെങ്കിൽ ബോട്ടിൽ ഏത് പാത്രമാണെന്നുണ്ടെങ്കിൽ ആ പാത്രം നന്നായിട്ട് ഉണങ്ങിയിരിക്കണം. ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കേടാവും കേട്ടോ. പിന്നെ ഇതിലേക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂണും കൂടി മധുരം ചേർക്കാട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഈ ഒരു മധുരം ഓക്കെയാണ്, അതുകൊണ്ടാണ്. ഇത് കാണുന്ന പോലെ തന്നെ ടേസ്റ്റ് സോസ് ബോട്ടിലേക്ക് ആക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ തിക്നെസ് എന്തോരം ഉണ്ടെന്ന്. കാണുന്നത് പോലെ തന്നെ ടേസ്റ്റും അടിപൊളിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ 2-3 തക്കാളി മാത്രം എടുത്തിട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അതിനനുസരിച്ച് സ്പൈസസും അളവ് കുറയ്ക്കുക. ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുകയാണെങ്കിൽ മുളക് ഒഴിവാക്കുക കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.